ഞാൻ ചലഞ്ച് ചെയ്യുമോ, നീ അടിക്കുന്നതിനേക്കാളും ഇരട്ടി ഞാൻ അടിക്കുമോ. ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ല വരുന്നത്. ഞാൻ എടുക്കുന്ന വെയിറ്റ് നീ എടുക്കും, നീ എടുക്കുന്ന വെയിറ്റ് ഞാൻ എടുക്കാം, ഞാൻ വെല്ലുവിളിക്കും. ചലഞ്ചിന് ഞാൻ തയ്യാറാണ്. കള്ളവരലിന്റെ നഖത്തിൽ ചെന്ന് നിന്നിട്ട് നഖം ഇളകിപ്പോയി ബ്ലഡ് അങ്ങ് ഫീസ്, സ്കൂളിലെ ഫീസ് സ്കൂളിൽ കൊടുത്തിട്ടില്ല, ജിമ്മിൽ വന്ന് സ്കൂളിൽ കൊടുക്കാൻ തന്ന ഫീസ് കൊണ്ടുവന്ന് ജിമ്മിൽ തന്നിട്ട് ഒരാളെയും അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത് കേട്ടോ. അത് ആദ്യം നമ്മളെ വിലയിരുത്തുക, നമ്മൾ എന്താണെന്ന് നമ്മൾ പറയുന്ന പോലെ. സ്റ്റിറോയിഡ് എടുത്തൊരു ബോഡിക്ക് എൻഡുറൻസ് കിട്ടത്തില്ല. സ്റ്റിറോയിഡ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൂളിഷ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സത്യം പറയാൻ നിനക്ക് നീ മണ്ടനാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പം എനിക്ക് അത് നേരത്തെ അയാളെ കുറ്റം പറഞ്ഞെന്നല്ല, അയാൾ പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ബോഡി ബിൽഡിംഗ് മേഖല ആയിക്കോട്ടെ, അല്ലാതെ മറ്റുള്ള മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിൽ നിൽക്കുന്ന ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജിമ്മിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ജിമ്മിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. യാസർ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ, അതിനെ പറ്റിയിട്ട് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ സംഭവിച്ചൊരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് പറയാം. ഇത് റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന എൻ്റെ അനിയന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ നമ്മുടെ സ്കൂൾ അടച്ച സമയത്ത്, ഇപ്പം ജനുവരി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വെക്കേഷൻ സമയമല്ലേ, ഏറ്റവും കൂടുതൽ ജിമ്മിൽ തിരക്കുണ്ടാകുന്ന ഒരു സമയമാണ് ആ സമയങ്ങൾ, സ്കൂൾ അടയ്ക്കുന്ന വെക്കേഷൻ സമയങ്ങൾ. അപ്പം ആ സമയത്ത് ഒരുപാട് പിള്ളേർ അഡ്മിഷൻ എടുക്കാൻ വന്ന്, അപ്പം ഇതിനോട് ഫിറ്റ്നസ്സിനോടൊക്കെ ഒന്ന് ഇത് ഫാഷൻ കൊണ്ട് നടക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഒരു 16, 17, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ പിള്ളേർക്കും, മിക്കുള്ള പിള്ളേർക്കും ഇതിനോടൊരു ക്രേസ് ആയിരിക്കും, ഫിറ്റ്നസ്സിനോടൊരു അഡിക്റ്റ് ആയിരിക്കും. അല്ലെ, അവരതിനെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ജിമ്മിൽ വന്ന് ഞാൻ ഇന്ന ജിമ്മിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ജിമ്മിൽ ഒരുപാട് പേര് 15 വയസ്സ് ആയ പിള്ളേർ വരെ, അനിയന്മാർ വരെ വന്ന് ചോദിച്ചിട്ടുണ്ടാണ്, ഞാൻ ട്രെയിൻ ചെയ്യട്ടോ, എങ്ങനെ, അല്ലെങ്കിൽ ഫീസ് 2 മാസം കഴിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ട്രെയിൻ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, ആ മെഷീനിലൊന്ന് കയറി ഇരുന്നോട്ടെ, അതൊന്ന് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഒരുപാട് കൊച്ചനിയന്മാർ വന്നിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് മെഷീനിലൊന്ന് കയറി ഇരുന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ജിമ്മൊന്ന് കയറി കാണണമെങ്കിലോ മിക്കുള്ളൊരു ഇതായിരിക്കും, ഒരു ആകാംക്ഷയായിരിക്കും ജിംനേഷ്യമൊക്കെ ഒന്ന് കയറി കാണണമെന്ന്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മിക്കുള്ളവർക്കും ഒരു ആകാംക്ഷയായിരിക്കും. അപ്പം ഞാൻ ഇത് ടൗണിലായതുകൊണ്ട്, ഈ ജിംനേഷ്യം ടൗണിലായതുകൊണ്ട് മിക്കുള്ള അനിയന്മാർ സ്കൂൾ വിടുന്ന സമയത്ത് വന്ന് കാണാറുണ്ട്, ചോദിക്കാറുണ്ട്, സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബോഡി എങ്ങനെയാണ് ഇത്രയും ബിൽഡാക്കി വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ സമയത്ത്, അപ്പോൾ അങ്ങനെ ഒരു വെക്കേഷൻ സമയത്ത് ഒരു 4-5 മാച്ച് പിള്ളേർ, 4-5 ഗ്യാങ്സ് ആയിട്ട് ഫ്രണ്ട്സാണ് അവർ, ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർ വന്നിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഞാൻ ഇതുപോലെ കൂടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർ ആ ഒരു ഏജ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കയറല്ല, അത്രയും വെയിറ്റ് ഇട്ട് അടിക്കല്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകല്ല, അതിപ്പോഴും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് അതവർ ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഇട്ട് അടിക്കില്ലെന്ന് പറഞ്ഞാലും ഓവറായിട്ടുള്ള വെയിറ്റ് ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. അതൊരു ആകാംക്ഷയുടെ പുറത്ത് അവർ ചെയ്യുന്നതാണ്, ചെറിയൊരു അറിവില്ലായ്മയുടെ പുറത്ത് കേട്ടോ. പിന്നെ ഗ്രാജുവലി അതൊക്കെ മാറിക്കോളും. സ്റ്റാർട്ടിങ് സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ അവർ വന്ന് അഡ്മിഷൻ എടുത്ത് ആദ്യം 2 ദിവസം ഞാൻ കൂടെ നിന്നാണ്. എനിക്കറിയാം ഇവർ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടുകാർ ചിലപ്പോൾ വീട്ടിലൊക്കെ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ വന്ന് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ട്യൂഷൻ സെന്ററിൽ ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയൊക്കെ കൊണ്ടായിരിക്കും ജിംനേഷ്യത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാനിന്ന ജിമ്മിൽ ഇതിപ്പം 2 മാസത്തെ ഇത് സ്കൂളിലെ ഫീസ് സ്കൂളിൽ കൊടുത്തിട്ടില്ല, ജിമ്മിൽ വന്ന് സ്കൂളിൽ കൊടുക്കാൻ തന്ന ഫീസ് കൊണ്ടുവന്ന് ജിമ്മിൽ തന്നിട്ട് ജിം വർക്കൗട്ട് ചെയ്യുന്ന അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനൊക്കെ ഈ വീഡിയോ പയ്യനൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇവർ വന്ന് 2 ദിവസം ഫുള്ള് എല്ലാം വർക്കൗട്ടെല്ലാം ചെയ്ത്, വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡമ്പലിനകത്തും എല്ലാം മെഷീനകത്തും കയറി, കാരണം അവർക്കൊരു ആഗ്രഹമാണ് എല്ലാത്തിനകത്തും കയറി ഇറങ്ങി ചെയ്യണം. നമ്മളിനി എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. എല്ലാത്തിനകത്തുനിന്ന് ഓടി ഇറങ്ങി കയറി കുറേ കാർഡിയോയും കുറേ ഡമ്പലിനകത്തൊക്കെ കുറേ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട്
ക്ഷീണിച്ച് 2 ദിവസം അവർ പോയി. മൂന്നാമത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ഒരു മെഷീനിൽ മാത്രം അവർ കയറിയിട്ടില്ല. ഏതിലാന്ന് വെച്ചാൽ ലെഗ് പ്രസ് മെഷീനകത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അണ്ണാ ഇന്നലെ നമ്മൾ അതിനകത്ത് കയറിയില്ല, ബാക്കി എല്ലാ മെഷീനകത്തും അണ്ണ നമ്മളെ കയറ്റി അതിനകത്ത് കയറ്റിയില്ല. ഞാൻ പറഞ്ഞ പോലെ അപ്പോഴേ കയറണ്ട, ഒരു 3-4 ദിവസം കൂടെ കഴിയിട്ട് ഞാനത് സെറ്റാക്കി തരാം, ഞാനത് ശരിയാക്കി തരാം. നിങ്ങൾ അതിനകത്ത് കയറ്റി വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ, ജിം അടച്ച് പോകത്തുള്ളൂ എന്ന് അവരടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ ഈവനിങ് സമയം അടുത്താണ് ഇവർ വരുന്നത്, വൈകിട്ട്. അപ്പം അവർ സമ്മതിച്ചു, ഓക്കെ അണ്ണ ശരി. അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഓക്കെ പറഞ്ഞാൽ അവർ സമ്മതിച്ചൊരു വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പം വേറെ ആൾക്കാരുണ്ട്, ഇപ്പം വെക്കേഷൻ ടൈം വേണ്ട ആൾ കൂടുതല. അപ്പം എല്ലായിടത്തും പോയി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. മിക്കുള്ള ജിമ്മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനർമാർ ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ പോയി സഹായിക്കത്തില്ല. പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ല വരുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം ചിലപ്പോൾ അറിയണമെന്നില്ല. അവർ ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് മാത്രമാണ് അവർ വന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ അറിയാതെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇഞ്ചറീസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ട്രെയിനർമാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ജിമ്മിൽ വരുന്ന ഇനി അവർ 500 തന്നിട്ടുള്ള, അല്ലെങ്കിൽ 300 തന്നിട്ടുള്ള, അല്ലെങ്കിൽ 1000 രൂപയാണ് തന്നിട്ടുള്ള പൈസയുടെ പുറത്ത് വിലയിരുത്തില്ല. അവർ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ ജിമ്മിൽ വന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് പേഴ്സണൽ ട്രെയിനിങ് PT എടുക്കുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, എല്ലാവർക്കും ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടെ നിന്ന് ചെയ്യിപ്പിച്ച് വരെ കൊടുക്കാറുണ്ട് എല്ലാവർക്കും കേട്ടോ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പം ഈ എൻ്റെ വീഡിയോ കാണുന്ന ട്രെയിനർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അവർ ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്താണ് വരുന്നത്. ഇപ്പം മിക്കുള്ള ജിമ്മിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടെ നിന്ന് തീരുന്നവരെ PT എടുത്തില്ലെങ്കിലും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് ട്രെയിനർമാരുണ്ട് ലേഡീസ് ആണെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അപ്പം ഞാനങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിഞ്ഞങ്ങോട്ട് പോയ പിറക്കുണ്ടല്ലോ, കുറേ നിലവിളിയും ഒച്ചയും കേൾക്കുന്നു, ഒരു സൗണ്ടും കേൾക്കുന്നു, നിലവിളിയും ഒച്ചയും കേൾക്കുന്നു. സംഭവം ഇപ്പം എനിക്ക് ചിരിയാണ് വന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് ഞാൻ ചത്തുപോയി കേട്ടോ. ആ രീതിയിലുള്ള കാര്യമാണ് ഈ അനിയന്മാരവിടെ ചെയ്തു വെച്ചത്. ഇവന്മാർ എന്തോ ചെയ്യുന്നറിയോ, 4 പേരും കൂടെ ചേർന്നിട്ട് ലെഗ് പ്രസ് മെഷീനകത്ത് കയറി കിടന്നിട്ടുണ്ടല്ലോ. രണ്ടുപേരും അപ്പുറത്ത് പോയിട്ട് 10, 15, 20 ഒരു ഓർക്കുന്നില്ല വെയിറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റ് തൂക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് ഇടുവാണ്. അപ്പുറത്തുനിന്ന് ഒരാളിട്ട് ഇപ്പുറത്തുനിന്ന് ഒരാളിട്ട്, ഒരാൾ തറയെ കിടക്കുവാണ്, ഒരാൾ സൈഡിൽ നിൽക്കുന്നു, ഒരാൾ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ നേരത്തുണ്ടല്ലോ ഈ വെയിറ്റ് അതിൽ കയറിയില്ല. ചില സമയത്ത് എനിക്കായാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് ലെഗൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ലെഗ് പ്രസ് മെഷീനിലോട്ട് കയറാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ കയ്യിൽ നിന്ന് താഴെ പോകാറുണ്ട്, അത് കാലി വന്ന് വീഴാറുമുണ്ട്. അപ്പം ഈ പയ്യൻ ഇട്ട സമയത്തുണ്ടല്ലോ ഈ വെയിറ്റ് അവൻ്റെ കൈ നിൽക്കാതെ അങ്ങോട്ട് താഴെ പോയ സമയത്ത് അടുത്ത് നിന്നൊരു ചെറുക്കൻ്റെ കാലിനകത്താണ് ഈ സാധനം വീണത്. ഈ പ്ലേറ്റ് 15-20 കിലോ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സാധനം പ്ലേറ്റ് കാലി വീണാനുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അതും നമ്മളെ ഈ നടുവിരലുണ്ടല്ലോ, നമ്മളെ വലിയ വിരൽ, അപ്പോൾ ആ വിരലിൻ്റെ നഖത്തിനായിട്ടാണ് ഇത് വീണത്. ആ സൈഡിൽ നിന്ന് ചെറുക്കൻ്റെ. അവരെല്ലാവരും ഗ്യാങ്സ് ആയിട്ട്, എല്ലാവരും ഫ്രണ്ട്സായിട്ട് വന്ന് വർക്കൗട്ട് ചെയ്യാൻ വന്നതാണ്. ഞാൻ പറഞ്ഞതാണ് ലെഗ് വർക്കൗട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ കയറിയാൽ മതി എന്ന് പറഞ്ഞതാണ്. അത് കേൾക്കാതെയാണ് ചെന്ന് കയറിയത്. അങ്ങനെ ഈ സാധനം തറങ്ങി വീണിട്ടുണ്ടല്ലോ, നഖത്തിൽ ചെന്നിട്ട് തള്ളവിരലിൻ്റെ നഖത്തിൽ ചെന്ന് വീണിട്ട് നഖം ഇളകിപ്പോയി, ബ്ലഡ് അങ്ങ് വന്ന്. അപ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, വീണേൻ്റെ ഒരു പെയിനും ബ്ലഡും എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഈ പയ്യൻ പേടിച്ച് അൺകോൺഷ്യസ് ആയിട്ട് അവിടെ അങ്ങ് വീണ്, തറയിലങ്ങ് വീണ്. അപ്പോൾ എന്തോ സംഭവം എന്നറിയുന്നില്ല. അവിടുന്ന് കുറേ ബഹളം കേൾക്കുന്നു, എന്തോ സൗണ്ട് കേൾക്കുന്നു, എന്തോ വന്ന് താഴെ വീഴുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അത്രയും നേരം നല്ലൊരു ഇതായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജിമ്മിൽ പെട്ടെന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നു, കുറേ വിളിച്ചുപോക്കെ കേൾക്കുന്നു. അണ്ണ ഓടിവാ കാലി പോയി കൈ പോയി എന്നൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നു. ഓടിയൊന്ന് നോക്കിയപ്പോൾ എന്തോ ഈ അനിയൻ അവിടെ ബോധം കെട്ട് വീണ് കിടക്കുന്നു, കാലിൽ കൂടെ ബ്ലഡ് വരുന്നു. അങ്ങനെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം നഖം ഇളകി തള്ളവിരലിൽ നഖം ഇളകി മാറി. എന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് വന്നു. ആ ബ്ലഡ് കണ്ടിട്ടാണ് പയ്യൻ അൺകോൺഷ്യസ് ആയത്, അല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല. അപ്പം ഞാനിത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എൻ്റെ അനിയന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്ന നിങ്ങൾ മെയിനായിട്ട് ഷൂസ് സേഫ്റ്റി, നിങ്ങളെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സേഫ്റ്റി നോക്കി മാത്രം വർക്കൗട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ സേഫ്റ്റി നോക്കി ചെയ്താലും ചിലപ്പോൾ അടുത്തേക്കുന്ന ആൾ ചിലപ്പം ഇതുപോലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാലും കയ്യിലൊക്കെ ഇട്ട് കളയും. അതുകൊണ്ടാണ് മിക്കുള്ള ജിമ്മിലും ഷൂസ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഷൂസ് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ്. അപ്പോൾ നമ്മൾ അറിയാതൊരു വെയിറ്റ് എടുത്ത് നമ്മളെ കാലിലിട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരുത്തം ബൈസെപ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ കയ്യിൽ നിന്ന് ഡമ്പൽ തെറിച്ച് താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നേരെ നമ്മളെ കാലിലായിരിക്കും, അടുത്തിരിക്കുന്ന നമ്മളെ കാലിലായിരിക്കും വന്ന് വീഴുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇഞ്ചറീസ് ഒഴിവാക്കാനാണ് കൂടുതലും ജിംനേഷ്യങ്ങളിൽ ഷൂസ് ഇടണം, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷൂസ് ഇടാതെ കയറരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. സേഫ്റ്റി വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക. സേഫ്റ്റി വിട്ട് കളിച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, അത് ഇൻസിഡൻ്റ് ആണ് കേട്ടോ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു അനുഭവമാണ്. അതുപോലെ ഞാനത് കണ്ടതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ പയ്യന്മാർ വിപരീതമായിട്ടാണ് കാണിച്ചത്. അപ്പം മിക്കുള്ള ജിമ്മുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജിമ്മിൽ നിൽക്കുന്ന ട്രെയിനർമാരും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പേ വർക്കൗട്ട് ചെയ്ത് കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആയിട്ടുള്ള ആളുകളൊക്കെ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഷൂസ് മാത്രമല്ല, ഇതുപോലെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വെയിറ്റ് എടുക്കുന്ന, ഇപ്പം ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്യുന്ന മെഷീനിൽ മിക്കുള്ള ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന സമയം ചില വേറെ ആരെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർ വർക്കൗട്ട് ചെയ്തിട്ട് ചിലപ്പോൾ 1-2 പ്ലേറ്റ് ഇളക്കി വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീനിൽ കൊണ്ടിടും. ഇതറിയാതെ വന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്ലേറ്റ് വരുന്ന ആൾ ചിലപ്പം ഈ ബാർ വന്ന് ഓപ്പോസിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ക്ലിപ്പ് ഇടാതെയൊക്കെ പ്ലേറ്റ്, ഇതുപോലെ ബാറിനകത്ത് ക്ലിപ്പ് ഇടാതെയൊക്കെ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് വന്ന് ഓർക്കപ്പുറത്ത് പ്ലേറ്റ് വരുന്ന സമയത്ത് രണ്ടും കൂടെ ചിലപ്പം 2 പ്ലേറ്റും കൂടെ അപ്പുറം 2 പ്ലേറ്റ് കിടക്കുന്നതാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഊരും. അപ്പുറം ഇവിടെ വെയിറ്റ് ഇവിടെ കുറയുമ്പോഴത്തേക്ക് ആ ഭാഗം കൊണ്ട് പൊങ്ങി ചിലപ്പോൾ അപ്പുറത്തേക്കുന്ന ആൾക്കാരൊക്കെ തലയിൽ ചെന്ന് അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ജിംനേഷ്യത്തിൻ്റെ ഗ്ലാസ്സിനകത്തൊക്കെ ചെന്ന് അടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പൊട്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഷൂസിൻ്റെ കാര്യം മാത്രമല്ല, ഷൂസിൻ്റെ കാര്യം ഇതിപ്പോൾ റിയൽ ആയിട്ട് ഞാൻ കണ്ട ഒരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമ്മൾ ജിംനേഷ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി യാസറിൻ്റെ വീഡിയോയിലോട്ട് വരാം. യാസറിൻ്റെ പുതിയൊരു വീഡിയോയിൽ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യാസർ വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെക്കാളും ഞാൻ കൂടുതൽ വെയിറ്റ് ഇട്ട് അടിക്കും. ഇപ്പം എന്നെയല്ല, വേറൊരാളെ, അരുണിനെ, നാച്ചുറൽ സ്ക്വാഡിനെ വെയിറ്റ് ഇട്ട് അടിക്കും, നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യുമോ, നീ അടിക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ അടിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. യാസർ, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുണ് തന്നെ പറയുന്നുണ്ട്, അരുണ് നാച്ചുറൽ, ഈ പറയുന്ന പോലെ ഒരു നാച്ചുറൽ ഫിറ്റ്നസ് ആണ്, അല്ലെങ്കിൽ എൻഡൂറൻസിന് വേണ്ടിയിട്ടാണ് അവൻ വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ പറയുന്നതിലുള്ള മസിൽ സിമ്മട്രിക്ക് വേണ്ടിയിട്ടല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു ഹെൽത്തിനും അതുപോലെ എൻഡൂറൻസിനും അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്, നാച്ചുറൽ ബോഡി ബിൽഡിങ് ഫോക്കസ് ചെയ്യുന്നത്. അത് അരുണിൻ്റെ വീഡിയോയിലൂടെ പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഈ പറയുന്ന പോലെ ഡ്രഗ്സ് യൂസ് ചെയ്തും സ്റ്റിറോയിഡ് യൂസ് ചെയ്തും ബോഡി കേടാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ട് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ കുറച്ച് ക്ഷമയോടെ, അല്ലെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനും ആൾക്കാർ കാണും. അപ്പം അതുകൊണ്ടാണല്ലോ അരുണിനെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേര് ഉള്ളത്. നാച്ചുറലായിട്ട് ഫിറ്റ്നസ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവൻ പറയുന്നതുകൊണ്ടാണ് അവനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ സ്റ്റിറോയിഡ് എടുത്തൊരു ബോഡിക്ക് എൻഡുറൻസ് കിട്ടത്തില്ല. സ്റ്റിറോയിഡ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽ സിമ്മട്രി, മസിൽ സൈസ് ആക്കുക. അപ്പം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോഡി ബിൽഡിംഗ്, നാച്ചുറൽ ബോഡി ബിൽഡിംഗ്, ഒരു ബോഡി ബിൽഡറും സ്റ്റിറോയിഡ് ബോഡി ബിൽഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിറോയിഡ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ മെയിനായിട്ട് വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മസിലിൻ്റെ സൈസ് വേണം, മസിലിന് നല്ല സൈസ് വേണം, മസിൽ സിമ്മട്രി ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് അവിടെ മെയിനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഒരു ബോഡി ബിൽഡിംഗ്, എൻഹാൻസ്ഡ് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പറ്റൂ. ഇപ്പം ഈ സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് നമുക്ക്
പുഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റിറോയിഡോ അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് പോലുള്ള സപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് പുഷ് ചെയ്യാനും അതുപോലെ നല്ല സ്റ്റാമിന, വെയിറ്റ് പൊക്കാനുള്ള സ്റ്റാമിനയും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോഡി ബിൽഡിങ് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് അത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് നല്ല എൻഡുറൻസ് കിട്ടും. അപ്പം അതും കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഇപ്പം അതിനകത്ത് വെല്ലുവിളിക്കുന്നുണ്ട്, ഞാൻ എത്ര വെയിറ്റ് വേണമെങ്കിലും ലിഫ്റ്റ് ചെയ്യും, യാസറെ നീ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നിനക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, നീ പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്, നിനക്ക് നല്ല വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റും, അത് എനിക്കും പറ്റും. ഞാൻ ഈ പറയുന്ന പോലെ പ്രീ വർക്കൗട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് നീ പറഞ്ഞതിനേക്കാളും വെയിറ്റ് ഇട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. സ്ക്വാട്ട് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ചെസ്റ്റ് പ്രസ് ആയിക്കോട്ടെ, അതിനകത്ത് കാണിച്ചിട്ടുള്ള കുറേ വർക്കൗട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് സാധാരണമായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും സ്റ്റിറോയിഡ് എടുത്ത്. അതിനാണ് നമ്മൾ ഇത് എടുക്കുന്നത്. മസിലിന്റെ സിമ്മട്രിക്കും അതുപോലെ മസിൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അത് നല്ല പവർ അതുപോലെ നല്ല വെയിറ്റ് ഇട്ട് കളിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആ സ്റ്റിറോയിഡ് എടുക്കുന്നതിന്റെ ഗുണം കിട്ടത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് പുഷ് ചെയ്യാനുള്ള പവർ തരും കേട്ടോ. അപ്പം നിന്നോട് ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട്, നീ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വെയിറ്റ് നീ എടുക്കുന്ന വെയിറ്റ് ഞാൻ എടുക്കാം. ഞാൻ വെല്ലുവിളിക്കും, ചലഞ്ചിന് ഞാൻ തയ്യാറാണ്. അല്ലാതെ ഒരു നാച്ചുറൽ ആയിട്ടൊരു ബോഡി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ പോയിട്ട് വെല്ലുവിളിക്കുകയല്ല വേണ്ടത് കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അരുണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. അത് നമ്മളെ ഹെൽത്ത് നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹെൽത്തിനാണ് കേട്ടോ. നമ്മളിപ്പം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതും അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഒരു നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ഫിറ്റ്നസിനെ കാണുന്നതും അത് രണ്ട് രീതിയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത്, ലാസ്റ്റ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്നൊരു കാര്യം. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. യാത്ര നീ അത് പറഞ്ഞത് അത് വെറും ഫൂളിഷ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സത്യം പറയാൻ നീ മണ്ടനാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പം എനിക്ക് അത് നേരത്തെ ചെറിയൊരു ഡൗട്ടേ ഉള്ളായിരുന്നു. നിന്റെ കമന്റ്സുകൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു മണ്ടൻ. ഇപ്പം എനിക്ക് കൺഫേം ആയി കേട്ടോ. നിനക്ക് ഒരു ഒട്ടും വിവരവും ഇല്ല, അതുപോലെ ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് നീ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് കുറവ്? നീ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞല്ലോ. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള രാജേഷ് ധോണി അറിയാവോ? രാജേഷ് ധോണി ഈ അർണോൾഡ് ക്ലാസിക്കില് വിന്നർ ആയിട്ടുള്ള ആളാണ്. അർണോൾഡ് ക്ലാസിക്കില് മിസ്റ്റർ ഒളിമ്പ്യ കഴിഞ്ഞിട്ട് രണ്ടാമത് നടക്കുന്ന മത്സരമാണ് അർണോൾഡ് ക്ലാസിക്. ഫസ്റ്റ് ബോഡി ബിൽഡിങ്ങിൽ ഒന്നാമത് നടക്കുന്ന മത്സരമാണ് മിസ്റ്റർ ഒളിമ്പ്യ. രണ്ടാമത് നടക്കുന്ന മത്സരമാണ് അർണോൾഡ് ക്ലാസിക്. ക്ലാസിക്കിൽ വിന്നർ ആയിട്ടുള്ള അർണോൾഡിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അതുപോലെ അർണോൾഡ് ആ ഒരു മെഡല് പുള്ളിക്ക് കൈമാറുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പുള്ളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അയാൾ അത്രയും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വേൾഡിന്റെ ടോപ്പിൽ വരെ ബോഡി ബിൽഡിങ്ങിന്റെ മേഖലയിൽ എത്തി നിൽക്കണമെങ്കിൽ നീ അതിന് കുറ്റം പറയാൻ നിനക്ക് എന്ത് യാസർ, എന്ത് യോഗ്യത? അത് അവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നീ കുറ്റം പറഞ്ഞത്. അയാളെ കുറ്റം പറഞ്ഞെന്നല്ല, അയാൾ പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ബോഡി ബിൽഡിംഗ് മേഖല ആയിക്കോട്ടെ, അല്ലാതെ മറ്റുള്ള മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിൽ നിൽക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും അവരെ എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് നീ കുറ്റം പറഞ്ഞത് കേട്ടോ. അതെന്തായാലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ ആ ഒരു പ്രസ്താവന പറഞ്ഞല്ലോ, അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് 2 കൈയുണ്ട്, നിനക്ക് 2 കാലുണ്ട്, എന്നിട്ട് നീ എന്ത് നേടി? നീ അർണോൾഡ് ക്ലാസിക്കിൽ പോയി വിൻ ചെയ്തോ? ഇല്ല. ഈ പറയുന്ന പോലെ നീ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മളെ 2 കൈയുണ്ട്, 2 കാലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തളർന്നു കിടക്കുന്ന ഒരാളാണ്, നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒരാളെയും അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത് കേട്ടോ. അത് ആദ്യം നമ്മളെ വിലയിരുത്തുക, നമ്മൾ എന്താണെന്ന് നമ്മൾ വിലയിരുത്തുക. ഇതൊക്കെ ഉള്ള ആൾക്കാർ എന്താ കാണിച്ചു കൂട്ടുന്നത്? 2 കൈയും 2 കാലും അല്ലെങ്കിൽ കണ്ണും ചെവിയും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം നീ ആ പറഞ്ഞത്, നിന്റെ ആ വീഡിയോ കാണുന്നവരിൽ ചിലപ്പം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. അവർക്ക് എന്തുമാത്രം ഹെർട്ട് ആയിട്ടുണ്ടെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തായാലും നീ അവരുടെ മുമ്പിൽ നീ സോറി പറഞ്ഞേ പറ്റൂ കേട്ടോ. അത് നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പം ആളുകളിൽ ചിലപ്പം 1 ആളോ 2 ആളോ 3 ആളോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ അവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നീ ആ ഒരു ആക്ഷേപണം നടത്തിയത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല യാത്രേ. നീ വീണ്ടും വീണ്ടും നീ വിവരക്കേടാണ് വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.